ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് പുതിയ സ്റ്റോറി ഒന്നുമല്ല, അനിത എന്ന കഥയുടെ അവസാനത്തെ ഭാഗമാണ് കേട്ടോ, ദ ഫൈനൽ പാർട്ട്. അപ്പം എല്ലാവരും കഥ കേട്ടിരിക്കാം. അപ്പം നേരെ നമുക്ക് കഥയിലേക്ക് പോയാലോ. കഥ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പം ഓക്കെ, കഥ ഇതുവരെ കേട്ടിട്ടില്ലാത്തവർക്ക് അനിതയും ഷിജിനും തമ്മിലുള്ള ആ ഒരു സൗഹൃദത്തിന്റെ കഥയാണ് കേട്ടോ. അനിത ഏകദേശം ഒരു 35 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ അവസാന ഭാഗത്തിന് വേണ്ടി മാത്രം ഒരു ഇൻട്രഡക്ഷൻ തന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അന്ന് പകൽ മുഴുവൻ ഭയങ്കര ചൂടായിരുന്നു. രാത്രിയായിട്ടും ആ ഉഷ്ണത്തിന് ഒരു കുറവില്ല. മുറിക്കുള്ളിലെ ഫാൻ കറങ്ങുന്നുണ്ടെങ്കിലും വായുവിന് തീ പിടിച്ചപ്പോഴുള്ള ആ വിയർത്ത് കുളിച്ചപ്പോ ഒന്ന് കുളിച്ചാൽ ആശ്വാസം കിട്ടുമെന്ന് തോന്നിപ്പോയി. ഞാൻ നേരെ അകത്തെ ബാത്റൂമിലേക്ക് നടന്നു. പക്ഷേ ടാപ്പ് തുറന്നപ്പോ ഒരു തുള്ളി വെള്ളമില്ല. മോട്ടർ അടിക്കാൻ മറന്നുപോയതാണോ അതോ ടാങ്കിലെ വെള്ളം തീർന്നതാണോ എന്നറിയത്തുമില്ല കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ ശരീരം ആസകലം വിയർപ്പൊട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. ആകെ ഒരു അസ്വസ്ഥത. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. ധരിച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം അഴിച്ച് ഒരു ബാത്റൂമിലെ അണിയിൽ തൂക്കിയിട്ടിട്ട് കയ്യിൽ കിട്ടിയൊരു തോർത്ത് മാത്രം എടുത്ത് അത് അരയിൽ ചുറ്റിക്കൊണ്ട് ആ ഒരു വേഷത്തിൽ ഞാൻ ഉമ്മറത്തേക്ക് വരുമ്പോ അനിത ചേച്ചി അവിടെയില്ല. ചേച്ചി കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ പോയതായിരുന്നു. ശരിക്കും അവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അകത്തെ ടാങ്കിൽ വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ രണ്ടുപേർക്കും കുളിക്കണമെന്നുണ്ടെങ്കിൽ കിണറ്റിൽ നിന്ന് തന്നെ വെള്ളം കോരിയെടുക്കണം. അതാണായിരുന്നു അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷേ ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് വെള്ളം കോരുന്നത് അനിത ചേച്ചിക്കാണെങ്കിൽ ബുദ്ധിമുട്ടാകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. കുറച്ചു നേരം ഞാൻ അവിടെ ഒന്ന് കാത്തു നിന്ന് നോക്കി. പക്ഷേ ഒടുവിൽ കാത്തിരുന്ന് മുഷിഞ്ഞു കഴിഞ്ഞപ്പോ ഈ വേഷത്തിൽ പുറത്തിറങ്ങാൻ ഒരു അല്പം മടി തോന്നിയെങ്കിലും ചൂട് സഹിക്കാൻ വയ്യാതെ ഞാൻ കിണറ്റിന്റെ കരയിലേക്ക് നടന്നു. ഞാനാണെങ്കിൽ വിയർപ്പിൽ കുളിച്ചിരുന്ന് ആ ഒരു വേഷത്തിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. എന്നെ കണ്ടതും അനിത ചേച്ചി ഒന്ന് പൊട്ടിച്ചിരിച്ചു. അകത്ത് വെള്ളമില്ല ചേച്ചി, ചൂട് സഹിക്കാൻ വയ്യ, നമുക്ക് വേഗം വെള്ളം കോരാം, എന്നിട്ട് എന്നിട്ട് വേണം എനിക്കൊന്ന് കുളിക്കാൻ, ഞാൻ മറുപടി പറഞ്ഞു. അത് കേട്ട സമയത്ത് തന്നെ അനിത ചേച്ചി ഒരു നിമിഷം ചിരി അടക്കിക്കൊണ്ട് വീണ്ടും വെള്ളം കോരാൻ തുടങ്ങി. ഞാൻ ചേച്ചിയുടെ കയ്യിൽ നിന്നും കയർ വാങ്ങി ചേച്ചി മാറി നിൽക്കേ, ഞാൻ കോരാം എന്ന് പറഞ്ഞു. കാരണം ആ സമയത്ത് ചേച്ചി അങ്ങനെ നിന്ന് കോരുന്നത് കണ്ടപ്പോ എനിക്കെന്തോ ദയാലുവ് തോന്നിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ അനിത ചേച്ചിയല്ലേ, ഞാൻ ഇത്രയൊക്കെ കെയർ ചെയ്യുന്ന ആളല്ലേ, ഇതൊക്കെ ഞാനല്ലേ ചെയ്യേണ്ടത് എന്ന് തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. ഞാൻ ബക്കറ്റ് കിണറ്റിലേക്ക് ഇറക്കി ചേച്ചി വശത്തു നിന്ന് ബക്കറ്റിൽ നിറയുന്ന വെള്ളം പാട്ടയിലേക്ക് മാറ്റാൻ ഒന്ന് സഹായിച്ചു തന്നു. ആ രാത്രിയിൽ നിശബ്ദതയിൽ കിണറ്റിലെ വെള്ളം കോരുന്ന ശബ്ദം മാത്രം ഞാൻ കേട്ടു. ഞാൻ ഓരോ ബക്കറ്റ് വെള്ളം വലിച്ചെടുക്കുമ്പോഴും എൻ്റെ ശരീരത്തിലെ പേശികൾ വലിയുന്ന ചേച്ചി നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഇടയ്ക്ക് ചേച്ചിയുടെ തമാശകളും കളിയാക്കളും എല്ലാം കൂടി ആയപ്പോ ആ അധ്വാനത്തിന് ക്ഷീണം ഞാൻ അറിഞ്ഞില്ല. രണ്ടുപേർക്കും കുളിക്കാനുള്ള വെള്ളം ഞാൻ വേഗത്തിൽ കോരി നിറച്ചു. വെള്ളം കോരിക്കഴിഞ്ഞപ്പോ ആകെ നനഞ്ഞൊരു അവസ്ഥയിലായിരുന്നു ഞാൻ. ചേച്ചിയുടെ സഹായത്തോടെ ആ പണി തീർന്നപ്പോ മനസ്സിനും ശരീരത്തിനും ഒരു ചെറിയ ആശ്വാസം തോന്നി തുടങ്ങി. ആ നിമിഷമല്ലേ, അത് തോന്നാതിരിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ ആ രാത്രിയിൽ നിലാവും ഇളം കാറ്റും കിണറ്റുകരയിലെ ആ നിമിഷങ്ങളും ഒരു കഥ പോലെ മനോഹരമായിരുന്നു. രാത്രിയല്ലേ, രാത്രിയും പിന്നെ കുറ്റാക്കൂരിട്ടും എന്താ രസം. രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ്. രാത്രിയുടെ ആ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. കൂടെയാണെന്നുണ്ടെങ്കിൽ അനിത ചേച്ചി മാത്രമുണ്ട്. അത് ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. അനിത ചേച്ചി എല്ലാം കഴിഞ്ഞ് ആ ചിരി നിർത്തിയ സമയത്ത് കിണറ്റുകരയിൽ വീണ്ടും പഴയ നിശബ്ദത ഉണ്ടായിരുന്നു. ആ ഒരു ചീവിടിന്റെ ശബ്ദവും കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടെങ്കിലും അത് എനിക്ക് നല്ല ഭംഗി തോന്നിയായിരുന്നു. കേട്ടിരിക്കാൻ നല്ലൊരു സുഖമല്ലേ. നിലാവിന്റെ വെളിച്ചത്തിൽ ചേച്ചിയുടെ മുഖം കൂടുതൽ തിളങ്ങുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ വീണ്ടും ബക്കറ്റ് താഴേക്കിട്ടു. ആഴങ്ങളിൽ പോയി ബക്കറ്റ് വെള്ളത്തിൽ തട്ടുന്ന ആ ശബ്ദം രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ചു. ഓരോ തവണ വലിച്ചുയർത്തുന്ന സമയത്തും എൻ്റെ തോളിന്റെ കൈകൾ അത് നന്നായിട്ട് വലിയുന്നുണ്ടായിരുന്നു. വിയർപ്പും കിണറ്റിലെ വെള്ളത്തിന്റെ തണുപ്പും കൂടി ചേർത്ത് എൻ്റെ ശരീരത്തിലൂടെ ഒലിച്ചിറങ്ങിക്കൊണ്ടിരുന്നു. അനിത ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഒരു വശത്ത് നിന്നുകൊണ്ട് ആ വലിയ പാത്രത്തിലേക്ക് വെള്ളം പകർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചേച്ചിയുടെ കൈകൾ എൻ്റെ കൈകളിൽ തട്ടുന്നുണ്ടായിരുന്നു. അപ്പോഴും ചേച്ചി എന്നെ ദയനീയതയോടെ നോക്കി. നീ നന്നായി തളർന്നിട്ടുണ്ടല്ലോ എൻ്റെ കുട്ടി. ചേച്ചി അത് മെല്ലെ പറയുമ്പോഴും എനിക്കത് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ചേച്ചിയുടെ ശബ്ദത്തിൽ ഒരു കരുതലുണ്ടായിരുന്നു. സാരമില്ല, ഈ ചൂടത്തിങ്ങനെ വെള്ളം കോരുന്നത് ഒരു സുഖമാണ് ചേച്ചി, ഞാൻ ബക്കറ്റ് വശത്തിൽ കൊണ്ടുവച്ചിട്ട് വീണ്ടും പറഞ്ഞു. ആ നിമിഷം ഞാൻ ബക്കറ്റ് വലിയുന്ന നിർത്തി ഒന്ന് ശ്വാസം വിട്ടു. ആ സമയം ചേച്ചി എന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ എന്റെ വേഷപ്പകർച്ചകളും കാര്യങ്ങളും
ആ നിൽപ്പ് കണ്ടാൽ എന്തോ ഒരു സിനിമയിലെ നായകനെ പോലെയുണ്ട്. ചേച്ചി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചേച്ചി. ആ ചിരിയിൽ ഒരുപാട് അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ചുറ്റും കാപ്പിച്ചെടികളും വലിയ മരങ്ങളും ആ കാറ്റിൽ ആടുന്നുണ്ടായിരുന്നു. താഴെ ചീവീടുകളുടെ കരച്ചിലുകൾ കേൾക്കാം. ഈ പരിസരത്ത് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്നൊരു തോന്നൽ ഉള്ളിൽ ഒരു ചെറിയ വിള്ളലുണ്ടാക്കി. ആ നിമിഷം പാത്രത്തിന്റെ വെള്ളം നിറഞ്ഞ സമയത്ത് ചേച്ചി അത് അകത്തേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങി. ഞാൻ സഹായിക്കാം ചേച്ചി എന്ന് പറഞ്ഞ് ഞാൻ ആ പാത്രം ഉയർത്തി വെച്ചു. കനമുള്ള പാത്രം ഉയർത്തിയപ്പോൾ എൻ്റെ നെഞ്ചിലെ പേശികൾ വികസിക്കുന്നത് ഞാൻ അറിഞ്ഞു. അകത്തേക്ക് നടക്കുമ്പോൾ ചേച്ചി എനിക്ക് മുന്നിൽ തന്നെയായിരുന്നു. ചേച്ചിയുടെ ആ നടപ്പും ആ രാത്രിയിലെ ഏകാന്തതയുമെല്ലാം എൻ്റെ മനസ്സിനെ ചേർന്ന് എവിടെയോ കൊണ്ടുപോയി. ബാത്റൂമിന് മുന്നിൽ കൂടി വെള്ളം എത്തിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടി അനിത ചേച്ചിയെ നോക്കി. ചേച്ചി മുടിയിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു. ഇനി നീ പോയി കുളിക്കേ, നിന്റെ ചൂടൊക്കെ ഒന്ന് മാറട്ടെ, ചേച്ചി കണ്ണു തുമ്പി ഒന്ന് പറഞ്ഞു. ആ നിമിഷം ചേച്ചി അത് പറയുന്ന സമയത്ത് ഞാൻ ബാത്റൂമിലേക്ക് കയറി വാതിലടച്ചു. പുറത്ത് അനിത ചേച്ചി നിൽക്കുന്നുണ്ടെന്ന ആ ഒരു ചിന്ത കുളിക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ തങ്ങി നിന്നിരുന്നു. കാരണം രാത്രിയല്ലേ, രാത്രി ആയിക്കഴിഞ്ഞാൽ എനിക്ക് ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൂട്ടിനൊരാളുണ്ടെന്ന് പുറത്ത് നിൽപ്പുണ്ടെന്നും അത് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തോ അതൊരു കെയർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഞാൻ അനുചേച്ചിയുടെ ആ ഒരു രൂപം തന്നെ മനസ്സിൽ വിചാരിച്ചത്. ബക്കലിലെ തണുത്ത വെള്ളം കോരി തലയുടെ ഒഴിച്ച സമയത്താണെന്നുണ്ടെങ്കിൽ ആ സമയത്തുണ്ടായ അനുഭവം, അത് അതിൻ്റെ സുഖം ഒന്നും വിവരിക്കാൻ കഴിയില്ല. ഓരോ തുള്ളി വെള്ളവും ശരീരത്തിന്റെ വിയർപ്പിനെ അങ്ങനെ കഴുകി കളയുന്ന സമയത്ത് കിണറ്റുകരയിൽ വെച്ച് അനുചേച്ചി പറഞ്ഞ വാക്കുകൾ എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. ആ രാത്രിയിൽ ഒരു കൂടിക്കാഴ്ച വെറുമൊരു വെള്ളത്തിന്റെ കോരൽ മാത്രമായിരുന്നില്ല. അത് കഴിഞ്ഞ് അനുചേച്ചി പകർന്നു തന്ന ചില കാര്യങ്ങൾ ഞാനിങ്ങനെ മനസ്സിലാലോചിച്ചുകൊണ്ടേയിരുന്നു. എന്തൊക്കെയോ ഓരോരോ മോട്ടിവേഷൻ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയ സമയത്താണെന്നുണ്ടെങ്കിൽ അനിത ചേച്ചി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ചേച്ചിയുടെ വസ്ത്രങ്ങൾ അല്പം നനഞ്ഞിരുന്നു. കുളി കഴിഞ്ഞോ? ഇല്ല, ഇനി എനിക്ക് കുളിക്കണം എന്ന് അനിത ചേച്ചി മെല്ലെ പറഞ്ഞു. ആ ഒരു നിമിഷം ഞാൻ ചേച്ചിയെ കടന്നു പോകുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കി. ആ നോട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ചേച്ചി എന്തോ പറയുന്നത് പോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്തു. ഒരു പക്ഷേ കുളിച്ചത് കൊണ്ടാവാം ചൂട് അല്പം കുറഞ്ഞ ആ ഒരു താപനില കുറഞ്ഞ പോലെ ഫീൽ ചെയ്തു. പക്ഷേ ഉള്ളിലെ ആവേശം അപ്പോഴും കെട്ടടങ്ങുന്നുണ്ടായിരുന്നില്ല. ആ രാത്രി അങ്ങനെ അവസാനിക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കൂടുതൽ വെള്ളം കോരേണ്ടി വന്നാലും ഈ രാത്രി തണുത്തു വിറച്ച് തന്നെ എനിക്ക് കടന്നുറങ്ങാൻ ഇഷ്ടമുള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചു. അനിത ചേച്ചി ബാത്റൂമിലേക്ക് കയറിയ സമയത്ത് തന്നെ ഞാൻ ഉമ്മറത്തെ തിണ്ണയിൽ പോയി അങ്ങനെ ഇരുന്നു. കൂളിംഗ് കഴിഞ്ഞതിന്റെ ഒരു ഉന്മേഷം ശരീരത്തിനുണ്ടെങ്കിൽ തന്നെയും ഉള്ളിൽ ഒരുതരം അസ്വസ്ഥത ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ചുറ്റുമുള്ള റബ്ബർ മരങ്ങൾക്കിടയിലൂടെ നിലാവിളിച്ചും അരിച്ചിറങ്ങുന്ന പോലെ എനിക്ക് തോന്നി. ദൂരെ എവിടെയോ ഒരു നരിച്ചിറ പറക്കുന്ന ശബ്ദം ഞാൻ എവിടെയോ കേട്ടു. രാത്രിയുടെ നിശബ്ദതയിൽ ബാത്റൂമിൽ നിന്നും വെള്ളം കോരി ഒഴിക്കുന്നതിന്റെ ശബ്ദം വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഓരോ തവണ വെള്ളം വീഴുന്ന സമയത്തും എൻ്റെ മനസ്സ് കിണറ്റുകരയിലെ ആ നിമിഷങ്ങളിലെ തന്നെ പൊക്കൊണ്ടിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചേച്ചി പുറത്തേക്ക് ഇറങ്ങി. നനഞ്ഞ മുടി തുവർത്തിക്കൊണ്ടാണ് ചേച്ചി വന്നത്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ മുഖത്ത് ഒരു പുതിയ തെളിച്ചം. എന്താടാ, ഉറക്കം വരുന്നില്ലേ? അങ്ങനെ എന്തോ ചോദിച്ചുകൊണ്ട് അനിത ചേച്ചി എൻ്റെ അരികിൽ വന്നിരുന്നു. ചേച്ചിയിൽ നിന്ന് സോപ്പിന്റെ നനഞ്ഞ മുടിയുടെയും ഒരു മണം അതിങ്ങനെ വരുന്നുണ്ടായിരുന്നു. ആ മണം ഈ രാത്രിയുടെ ലഹരി കൂട്ടി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ, ഇല്ല ചേച്ചി, ഈ കാറ്റത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമുണ്ട്, അതാ ഞാൻ ഉറങ്ങാഞ്ഞത്. ഞാൻ മറുപടി പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ചേച്ചി ദൂരത്തേക്ക് നോക്കിയിരുന്നു. പണ്ട് നമ്മൾ കുട്ടിക്കാലത്ത് ഇതുപോലെ കിണറ്റുകരയിൽ കളിച്ചിരുന്ന ഓർമ്മയുണ്ട് നിനക്ക്? അനിത ചേച്ചിക്ക് എന്നേക്കാൾ ഒരുപാട് പ്രായമുണ്ട്. എങ്കിലും ഞങ്ങൾ അന്നത്തെ സമയത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വന്നിരുന്നിട്ടുണ്ട്. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ പണ്ട് കുട്ടിക്കാലത്ത് ഇതുപോലെ കിണറ്റുകളിൽ കളിച്ചിരുന്നത് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പൊ തന്നെ ചേച്ചി പറഞ്ഞു. പെട്ടെന്ന് പഴയ കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങുമ്പോൾ ആ സംസാരം അങ്ങനെ നീണ്ടുപോയി. ഇടയ്ക്കിടയ്ക്ക് ചേച്ചിയുടെ തമാശകൾ കേട്ട് ഞാൻ ചിരിക്കുമ്പോഴും ചേച്ചി എൻ്റെ തോളിൽ മെല്ലെ അടിക്കുന്നുണ്ടായിരുന്നു. ആ സ്പർശനങ്ങളെല്ലാം ഒരു പുതിയ അർത്ഥം പോലെ എനിക്ക് തോന്നിപ്പോയി. രാത്രി വൈകുന്തോറും ആ ചൂട് കുറഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ഞങ്ങൾക്കിടയിലാണെന്നുണ്ടെങ്കിൽ ആ സംസാരമാണെങ്കിൽ അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. നേരം ഒരുപാടായി, ഇനി പോയി കിടന്നു എൻ്റെ ചെക്ക എന്ന് പറഞ്ഞ് ചേച്ചി എഴുന്നേറ്റു. പക്ഷേ എഴുന്നേക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. കാരണം എന്താണെന്നല്ലേ,
ചേച്ചി അകത്തേക്ക് നിൽക്കുന്ന സമയത്ത് ഞാൻ ആ നിഴലിനെ നോക്കി അങ്ങനെ നിന്നു. വാതിക്കലെത്തിയപ്പോൾ ചേച്ചി ഒന്ന് തിരിഞ്ഞു നോക്കി. ഒരു മനോഹരമായ പുഞ്ചിരി സമ്മാനിച്ച് ആ ചിരിയിൽ ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. മുറിയിലെ കട്ടിൽ കിടന്നപ്പോഴും അനുചേച്ചിയുടെ ആ ചിരിയും കിണറ്റിക്കരയിലെ ആ നിമിഷങ്ങളും ഞാനിങ്ങനെ ഓർത്തുകൊണ്ടേയിരുന്നു. പക്ഷേ ആ നിമിഷങ്ങളിലാണെങ്കിൽ തന്നെ ഫാന്റെ കാറ്റ് എൻ്റെ ശരീരത്തിലേക്ക് ഏൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അത് നന്നായിട്ട് തണുക്കുന്നുണ്ടായിരുന്നു. ശരീരം വളരെ കുളിര് കോരുന്നൊരവസ്ഥ. അപ്പൊ തന്നെ മനസ്സിപ്പോഴും ആ കിണറ്റുകരയിൽ തന്നെയായിരുന്നു. വിയർപ്പും തണുപ്പും നിലാവും എല്ലാം ചേർന്ന് രാത്രി എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമായിട്ട് ആ ഒരു രാത്രി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം രാത്രിയെ മനോഹരമാക്കുന്നത് ചില ഡാർക്ക്നെസ് ആണ്. അതിന് നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് അടിപൊളി തന്നെയല്ലേ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ആ ടൈമിൽ തന്നെ ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ ശ്രമിക്കുന്നു. അപ്പൊ തന്നെ വഴുതി വീഴുമ്പോഴും നാളെയും ഇതുപോലെ വെള്ളം തീർന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. കാരണം ഇന്ന് കിട്ടിയതുപോലുള്ള ആ ഒരു മൊമെന്റും കാര്യങ്ങളൊക്കെ ആ ഫീല് നാളെയും കിട്ടണമല്ലോ എന്ന് ഞാൻ പറയാതെ ആഗ്രഹിച്ചു പോയി. ആ രാത്രിയിൽ നിശബ്ദതയിൽ കണ്ണടച്ച് കിടക്കുന്ന സമയത്ത് പുറത്ത് കാറ്റ് വീശുന്ന ശബ്ദം വീണ്ടും ഞാൻ കേട്ടു. പെട്ടെന്നാണ് ജനൽപ്പാളികൾക്കിടയിലൂടെ തണുത്ത കാറ്റ് ഉള്ളിലേക്ക് അടിച്ചത്. ഞാൻ എഴുന്നേറ്റ് ജനൽക്കൂടി ഒന്ന് തുറന്നിട്ടു. ആ നിമിഷവും ദൂരെ കിണറ്റുകരയിലെ ആ വലിയ മാവ് കാറ്റിൽ ഉലയുന്നുണ്ടായിരുന്നു. അനുചേച്ചി ഉറങ്ങിക്കാണുമോ എന്നൊരു സംശയം എൻ്റെ ഉള്ളിൽ ബാക്കിയായി നിന്നു. ആ ടൈമിൽ ഞാൻ ആലോചിച്ച് കിടന്ന സമയത്ത് എനിക്ക് നല്ലപോലെ ദാഹം തോന്നി. അടുക്കളയിൽ പോയി വെള്ളം കുടിക്കാനായി ഞാൻ മുറിയിലേക്ക് നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഹാളിലാണെന്നുണ്ടെങ്കിൽ മങ്ങിയ വെളിച്ചമായിരുന്നു. ആ മങ്ങിയ വെളിച്ചത്തിൽ ഞാൻ അടുക്കളയിലേക്ക് നടക്കുന്ന സമയത്ത് അതാ അനുചേച്ചി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ചേച്ചി ഇതുവരെ ഉറങ്ങിയിട്ടില്ലായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചുകൊണ്ടാണ് അവിടേക്ക് ചെല്ലുന്നത്. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ചേച്ചി. എന്റെ കാലൊച്ച കേട്ട് ചേച്ചി ഒന്ന് തിരിഞ്ഞു നോക്കി. എന്താടാ, നിനക്ക് ഉറക്കൊന്നും വന്നില്ലേ? ചേച്ചി താഴ്ന്ന സ്വരത്തിൽ എൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു. ദാഹിച്ചിട്ട് ഒരു സമാധാനമില്ല ചേച്ചി, അതാ എഴുന്നേറ്റത്, ഞാൻ മറുപടി പറഞ്ഞു. ചേച്ചി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗ്ലാസ് എനിക്ക് നേരെ നീട്ടി. ഞാനത് വാങ്ങുന്ന സമയത്ത് എൻ്റെ വിരലുകൾ ചേച്ചി ഒന്ന് തട്ടി. നല്ല തണുപ്പുണ്ടല്ലേ? ചേച്ചി ശബ്ദം താഴ്ത്തിയിട്ട് എൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു. കുളി കഴിഞ്ഞപ്പോൾ ചൂടൊക്കെ മാറി ചേച്ചി. ആ സമയം അന്ന് ചേച്ചിയുടെ ചോദ്യത്തിന് ഞാൻ മറുപടി നൽകി. അപ്പൊ തന്നെ ഞങ്ങൾ രണ്ടുപേരും അടുക്കളയിലെ ആ ചെറിയ ജനാലയിലൂടെ പുറത്തേക്ക് ഇരുട്ടിലേക്ക് നോക്കി അങ്ങനെ നിന്നു. നിലാവെളിച്ചം മുറ്റത്തേക്ക് തെങ്ങോലകൾ തട്ടി പ്രതിഫലിക്കുന്നുണ്ട് എന്നെങ്കിലും ഇന്ന് വെള്ളം കോരാൻ നീ വന്നത് നന്നായി, അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടു പോയനെ എന്ന് ചേച്ചി പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ ആ വാക്കുകളിൽ ഒരു തരം നന്ദിയും അതിലുപരി ഒരു സ്നേഹവും കലർന്നിരുന്നു. പെട്ടെന്നായിരുന്നു ചേച്ചി എൻ്റെ അരികിലേക്ക് അല്പം കൂടി നീങ്ങി നിന്നത്. നനഞ്ഞ മുടിയൊക്കെ ആ ഒരു മണം വീണ്ടും എൻ്റെ മൂക്കിലേക്ക് ഇരച്ചു കയറി. നാളെയും ഇതുപോലെ വെള്ളം തീരുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം കേട്ടോ, ചേച്ചി കളിയാക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ ചിരിയിൽ ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കുസൃതി ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ ആ രാത്രി അവസാനിക്കാൻ ആരും ആഗ്രഹിക്കാത്തതുപോലെ അങ്ങനെ തോന്നിപ്പോയി. വിയർപ്പും തണുപ്പും മാറി മാറി വന്ന ആ മണിക്കൂറുകളിൽ അനുചേച്ചിയുമായിട്ടുള്ള എൻ്റെ ആ ഒരു റിലേഷനും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. പെട്ടെന്ന് ആ നിമിഷം തന്നെ ചേച്ചി എൻ്റെ അടുത്തായിട്ട് പറഞ്ഞു, ഇനി നീ പോയി കിടന്നു, നേരം വിളിക്കാൻ നീ അധികം നേരമൊന്നുമില്ല കേട്ടോ ഒച്ചക്ക. ചേച്ചി എൻ്റെ തോളിൽ തട്ടി വീണ്ടും ഒരു നിമിഷം ഒന്ന് ആശ്വസിപ്പിച്ചു. ഞാൻ തിരികെ മുറിയിലേക്ക് നടക്കുമ്പോൾ എൻ്റെ മനസ്സ് ഭയങ്കര ശാന്തമായിരുന്നു. കട്ടിലിൽ കിടന്ന സമയത്താണെന്നുണ്ടെങ്കിലും ജനലിലേക്ക് വരുന്ന കാറ്റിന് മുൻപത്തേക്കാൾ തണുപ്പുള്ളതുപോലെ തോന്നി. അനുചേച്ചിയുടെ പുഞ്ചിരിയാണെങ്കിലും പിന്നെ കിണറ്റുകരയിലെ അധ്വാനവും ആ രാത്രിയിലെ രഹസ്യ സംഭാഷണങ്ങളും എല്ലാം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്വപ്നം പോലെ തെളിഞ്ഞു നിന്നിരുന്നു. അപ്പൊ തന്നെ ജീവിതത്തിലെ ചില രാത്രികൾ അങ്ങനെയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്തതുപോലെ പല കാര്യങ്ങളും സംഭവിക്കും. പക്ഷേ ആ രാത്രി എനിക്ക് സമ്മാനിച്ചത് മറക്കാനാവാത്ത ഒരു സൗഹൃദവും ഒപ്പം മനോഹരമായ ചില ഓർമ്മകളുമായിരുന്നു. വരും ദിവസങ്ങൾ ഇതുപോലുള്ള നിമിഷങ്ങൾ ഞാൻ കാത്തിരിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. അപ്പോഴേക്കും രാത്രിയുടെ 2ാം യാമം കഴിഞ്ഞിരുന്നു. പുറത്ത് മരത്തവളകളുടെ കരച്ചിൽ ദൂരെ എവിടെ കേൾക്കാം. മുറിയിലെത്തിയിട്ടും എൻ്റെ ഉള്ളിൽ ആവേശം അടങ്ങിയിരുന്നില്ല. അനുചേച്ചി പറഞ്ഞ വാക്കുകൾ, നാളെയാണെങ്കിലും വെള്ളം തിരികണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് കോരാലോ, അങ്ങനെ അതൊരു വെറും വാക്കായിരുന്നില്ല, എപ്പോഴോ തമാശയായി എനിക്ക് തോന്നിയിരുന്നില്ല. ഒരുപക്ഷെ ചേച്ചി അന്നേരം ഉദ്ദേശിച്ചത് എൻ്റെ അധ്വാനത്തിന്റെ രഹസ്യം തന്നെയാണ്. എനിക്ക് അപ്പോൾ ഓരോ നിമിഷം തോന്നിപ്പോയി.
അപ്പോഴും ഞാൻ ജനപാളികൾ ഒരു നിമിഷം അടച്ചു. നിലാവെളിച്ചം ഒരു നേർത്ത വര പോലെ ആ തറയിൽ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ഉറക്കത്തിലേക്ക് വീഴാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും വീണ്ടും കിണറ്റുകരയിലേക്ക് തന്നെ ഓടിപ്പോയി. ആ നിമിഷവും വെള്ളം കോരാൻ നിൽക്കുന്ന സമയത്ത് അനുചേച്ചിയുടെ ചേച്ചി അത് ഭയങ്കര മനോഹരമായിരുന്നു. സാധാരണ ഗൗരവക്കാരിയായ ചേച്ചിയിൽ നിന്ന് ഇത്രയും കുസൃതി നിറഞ്ഞ ഒരു ഭാവം ഞാൻ ആദ്യമായിട്ട് തന്നെയായിരുന്നു കണ്ടത്. പുറത്ത് ഹാളിൽ വീണ്ടും ഒരു നേർത്ത കാൽപെരുമാറ്റം. ഞാൻ വാതിൽ അല്പം തുറന്നു നോക്കി. ചേച്ചി വീണ്ടും ഉമ്മറത്തെ തിണ്ണയിലേക്ക് പോയിരിക്കുകയാണ്. നനഞ്ഞ മുടി അപ്പോഴും പൂർണ്ണമായി ഉണങ്ങിയിട്ടില്ലെന്ന് ആ വെളിച്ചത്തിൽ എനിക്ക് തന്നെ മനസ്സിലായി. ഞാനും പുറത്തേക്ക് നടന്നു. എന്നെ കണ്ടപ്പോൾ ചേച്ചി ഒട്ടും അത്ഭുതപ്പെട്ടില്ല. പകരം അവിടെ ഇരിക്കാനായി കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. എന്താടാ, നിനക്കും ഉറക്കം പിടിക്കുന്നൊന്നുമില്ലേ? അനുചേച്ചി ഒരു സൈലന്റ് ആയിട്ടുള്ള രീതിയിൽ എനിക്ക് എൻ്റെ അടുത്ത് വീണ്ടും ചോദിച്ചു. ഇല്ല ചേച്ചി, മനസ്സാകെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. ഈ രാത്രിയിൽ നമുക്ക് ഇത്രയും നീളം തൂടിപ്പോന്നു എന്നുള്ള ആ ഒരു തോന്നലൊക്കെ എനിക്ക് വരുന്നു. ചേച്ചി ആ നിമിഷം ഞാനത് പറയുന്നത് കേട്ടിട്ട് ഒന്ന് ദീർഘശ്വാസം വിട്ടു. ചില രാത്രികൾ അങ്ങനെയാണ് സിജിൻ. നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ചിലപ്പോൾ നേരമെടുക്കും. മറ്റു ചിലപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇത് അവസാനിക്കില്ലേ എന്ന് തോന്നും. പക്ഷേ ഈ തണുപ്പും ഏകാന്തതയൊക്കെ അനുഭവിക്കാൻ ഒരു പ്രത്യേക രസമുണ്ട് ഷിജിൻ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കുറച്ചു സമയം ഒന്നും മിണ്ടാതെ ഇങ്ങനെയിരുന്നു. മുറ്റത്തെ മുല്ലപ്പൂവിന്റെ മണം അത് കാറ്റിൽ ഒഴുകി വരുന്നുണ്ടായിരുന്നു. ചേച്ചി ഇടയ്ക്ക് എന്റെ കയ്യിൽ ഒന്ന് തട്ടു. ആ സ്പർശനത്തിൽ ഒരുപാട് വിശ്വാസവും കരുതലും ഉണ്ടായിരുന്നു. കിണറ്റുകരയിൽ വെച്ചാണെന്നുണ്ടെങ്കിൽ ഒരു ബന്ധം, അത് പലപ്പോഴും ഒരു കെയറിങ്ങും ആത്മവിശ്വാസമായിരുന്നു എനിക്ക് തന്നത്. നാളെ രാവിലെ നേരത്തെ എഴുന്നേക്കണം, നമുക്ക് കിണറ്റിലെ മോട്ടോർ ഒന്ന് നോക്കണം, ഇല്ലെങ്കിൽ നാളെയും നമ്മൾ ഇതുപോലെ വെള്ളം കോരേണ്ടി വരും, അനു ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് ഞാനത് കേട്ട സമയത്ത് തന്നെ അത് സാരമില്ല ചേച്ചി, വെള്ളം കോരുന്നത് ഇത്ര സുഖമുള്ള കാര്യമെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഞാൻ മറുപടി നൽകി. ചേച്ചി ആ സമയത്താണെന്നുണ്ടെങ്കിൽ എന്റെ മുഖത്തേക്കൊന്ന് നോക്കി. ആ കണ്ണുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു തിളക്കമുണ്ടായിരുന്നു. നീ ഒരുപാട് വളർന്നു പോയിരിക്കുന്നു ഷിജിൻ, ചേച്ചി അത്രമാത്രം എന്നോട് നോക്കിയിട്ട് ഒരു നിമിഷം പറഞ്ഞു. ആ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി. പെട്ടെന്ന് എന്നെ എപ്പോഴും ചേച്ചി, കുട്ടിച്ചക്ക, കുട്ടിച്ചാത്ത എന്നൊക്കെയാണ് പറയാറ്. പെട്ടെന്ന് അങ്ങനെ ഒരു കാര്യം കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു അത്ഭുതമാണ് തോന്നിയത്. ഒരു കുഞ്ഞു കുട്ടിയെ പോലെ പലപ്പോഴും എന്നെ പരിപാലിക്കുന്ന സമയത്തും അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. ആ ഒരു നിമിഷം ചേച്ചിയുടെ വാക്കുകൾ ഒന്ന് കാതോർത്ത് നോക്കിയപ്പോൾ പുലർക്കാലത്തെ ഒരു ഉന്മേഷമാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് തന്നെ. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ആ നിമിഷം വീണ്ടും ജോലി തുടർന്നു. ഇടയ്ക്ക് വെള്ളം പാത്രത്തിലേക്ക് പകരുമ്പോൾ ചേച്ചി എന്റെ കൈകളിൽ ഒന്ന് പിടിച്ചു. ഇന്നത്തെ അധ്വാനം നിനക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു, ചേച്ചി ശബ്ദം താഴ്ച എൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് ആ വാക്കുകൾ ഒരു ചെറിയ ആത്മകഥ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നി. മുറ്റത്തെ പക്ഷികൾ ചിലച്ചു തുടങ്ങിയിരിക്കുന്നു. ഇരുട്ട് അകന്നു മാറിക്കൊണ്ടിരിക്കുന്നു. അവസാനത്തെ ബക്കറ്റ് വെള്ളവും കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഈ രാത്രിയിൽ പുലർച്ചെയും ഞാൻ ഒരിക്കലും മറക്കില്ല ചേച്ചി എന്ന് തന്നെ ഞാൻ ഓപ്പണായിട്ട് അനുചേച്ചിയോട് മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. ഞാൻ അത് പറയുന്ന സമയത്ത് ഞാൻ ചേച്ചിയുടെ കണ്ണുകൾ ഒരു നിമിഷം നോക്കി. ചേച്ചി എന്റെ തലയിൽ തലോടി ഒരു നിമിഷം എന്നോടായി പറഞ്ഞു. ജീവിതത്തിലെ ചില നേരങ്ങളിൽ വെള്ളമില്ലാതെ വരുന്നത് നല്ലതാണല്ലേ, എങ്കിലല്ലേ നമുക്കിങ്ങനെ ഒത്തുചേരാൻ കഴിയൂ. ചേച്ചി ഒരു നിമിഷം എഴുന്നേറ്റിട്ട് എൻ്റെ അടുത്തായിട്ട് പറഞ്ഞു. അകത്തേക്ക് നടക്കുന്ന സമയത്ത് സൂര്യന്റെ ആദ്യ കിരണങ്ങൾ മരക്കിളകളിലൂടെ അരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ഇന്നത്തെ വെള്ളമില്ലാത്ത ബാത്റൂം, കിണറ്റുകളിലെ ആ കൂടിക്കാഴ്ച എല്ലാം എനിക്കൊരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ആ ഒരു കൂടിക്കാഴ്ചയും കേവലം യാദൃശ്യമായിരുന്നില്ല, മറിച്ച് ഞങ്ങൾക്കിടയിലെ ആ ഒരു നിമിഷത്തെ പുതിയൊരു സൗഹൃദത്തിന്റെ അടയാളപ്പെടുത്തൽ തന്നെയായിരുന്നു എന്നെനിക്കൊരു നിമിഷം തോന്നി. കാരണം അനുചേച്ചി പലപ്പോഴും അങ്ങനെയാണ്, സൗഹൃദത്തിന് ഒരുപാട് പ്രാമുഖ്യം കൊടുക്കുന്നതും പിന്നെ ചേർന്ന് നിന്നാൽ ഒരുപാട് അകറ്റി നിർത്താത്ത ഒരാൾ തന്നെയാണ് അനുചേച്ചി എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ആളുടെ ക്യാരക്ടർ അങ്ങനെ തന്നെയായിരുന്നു. ആ നിമിഷവും ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു. അങ്ങനെ ചേച്ചി മുന്നിലേക്ക് നടക്കുന്ന സമയത്ത് ആ നിഴലിനെ നോക്കി ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു, ഇനി എന്നും വീടിന്റെ ഓരോ ആവശ്യങ്ങൾക്കും ഞാൻ ചേച്ചി കൂടെ ഉണ്ടായിരിക്കും. അമ്മ എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞുവിടത്. അപ്പൊ തന്നെ അനുചേച്ചി അമ്മയുടെ ഫ്രണ്ടാണ്, അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഹെൽപ്പായിട്ട് വേണം എന്ന് മാത്രമാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വിയർപ്പും ചൂടും ഇപ്പോൾ ഒരു ഓർമ്മ മാത്രമായി മാറിയിരിക്കുന്നു. പക്ഷേ ആ കിണറ്റുകരയിൽ ഞങ്ങൾ പങ്കുവച്ച ചിരിയും അധ്വാനം എന്നും എൻ്റെ മനസ്സിലിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ എൻ്റെ ഉള്ളിൽ ഒരു തണുത്ത നീറുറ പോലെ ബാക്കി നിൽക്കുന്നുണ്ട്. ജീവിതം വീണ്ടും സാധാരണ നിലയിലേക്ക് നീങ്ങിയാണ്. പക്ഷേ ചെറിയ മാറ്റത്തോടെ അനുചേച്ചിയും ഞാനും ഇപ്പോൾ പഴയതുപോലെ ആയിരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും നല്ല സൗഹൃദമാണ്.
അത്രയും കാലം അനുചേച്ചിയുടെ കൂടെ ഉണ്ടായിരുന്ന ഞാൻ ആ നിമിഷത്തിൽ അവസാനമായിട്ട് ആ ഒരു കിണറ്റക്കരയിൽ വെച്ചിട്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം അനുചേച്ചിയും ഞാനുമായിട്ടുള്ള മൊമെന്റ്സ് എല്ലാം ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി എനിക്കൊന്നും കൂടുതലായി പറയാനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ കഥ എല്ലാവരും കേട്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പം നമുക്കിനി പുതിയൊരു കഥയുമായിട്ട് വീണ്ടും കാണാം. അപ്പം എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. എല്ലാവരും കമൻറ്റിലൂടെ വിശേഷങ്ങൾ അറിയിക്കുക. ബൈ ബൈ.